സ്വയം എന്തോ ആണെന്ന് ഭാവിച്ചാൽ അത് നാശത്തിൻ്റെ പതനത്തിൻ്റെ ആരംഭമാണ്. എളിമപ്പെട്ട് നിന്നാൽ പതുക്കെ കർത്താവ് തന്നെ ഉയർത്തിക്കൊള്ളും. സഭയിൽ ആരും 1-ാം സ്ഥാനക്കാരും 2-ാം സ്ഥാനക്കാരും 3-ാം സ്ഥാനക്കാരും ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. വിളിച്ചുകൂട്ടിയത് കർത്താവ് തമ്പുരാനാണ്. കാഴ്ചയിൽ നമുക്ക് ചില വ്യത്യാസങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ആ വ്യത്യാസത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ? അത് ശുശ്രൂഷയിലുള്ള വ്യത്യാസമാണ്. ചെയ്യുന്ന ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരും തിരുമുമ്പാകെ ഒരുപോലെയാണ്. ഈ തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ നമുക്കിടയിലുള്ള പരസ്പര ബഹുമാനം കുറയും. അതിപ്പോൾ കർത്താവിന് വേണ്ടി കർത്താവിനോട് ചേർന്ന് സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായി സ്നേഹം പരസ്പരം നൽകുന്ന കുടുംബജീവിതമാണെങ്കിലും, പൗരോഹിത്യ ജീവിതമാണെങ്കിലും, മെത്രാൻ ശുശ്രൂഷയാണെങ്കിലും, സന്യസ്ത സമൂഹമാണെങ്കിലും, എല്ലാവരും സഭയിൽ കർത്താവ് വിളിച്ചുകൂട്ടിയ സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെയാണെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകണം.